Welcome back to Creative Joy and I wish you all a very happy new year. Let's go to the video. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എന്നോട് ഒരുപാട് പേര് ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്, ഫേസ് സ്കൾപ്റ്റിങ് കാണിക്കുമോ എന്ന്. അഞ്ചടാ, അപ്പോൾ ഇന്ന് നമ്മൾ ഫേസ് സ്കൾപ്റ്റിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പം ഞാനിത് പോർസലെയിൻ ക്ലേ വെച്ചിട്ടാണ് ഫേസ് സ്കൾപ്റ്റിങ് കാണിക്കുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സ്കിൻ കളറ് മിക്സ് ചെയ്തിട്ടുള്ള പോർസലെയിൻ ക്ലേ എടുത്തിട്ടുണ്ട്. പോർസലെയിൻ ക്ലേ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു ഹോം മെയ്ഡ് ക്ലേ ആണ്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് എൻ്റെ ചാനലിലുണ്ട്, നിങ്ങളത് പോയി നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് സ്കൾപ്റ്റിങ് തുടങ്ങിയാൽ മതി കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ക്ലേ ഒന്ന് എടുത്തിട്ട് അതൊരു ഓവൽ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് അതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും പകുതി വരുന്ന രീതിയിൽ 2 ഹാഫ്സ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ നമുക്ക് കണ്ണുകൾക്ക് വേണ്ടിയിട്ടുള്ള പോർഷൻ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനവിടെ ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 പോർഷനിലും 2 കണ്ണിൻ്റെ അവിടെയും നമ്മളിങ്ങനെ ഒന്ന് കുഴിച്ചെടുക്കുക. അതുപോലെ തന്നെ ചീക്കിൻ്റെ അവിടെ ഒന്ന് കുറച്ചൊന്ന് പൊങ്ങിയിട്ടല്ലേ ഉണ്ടാവുക നമ്മളെ കവിളൊക്കെ. അപ്പോൾ അവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കവിളുകൾ പോരാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്ലേ ആഡ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളൊരു കുഞ്ഞു മൂക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മൂക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എത്രയാണോ മൂക്കിൻ്റെ ഒരു പ്രൊപ്പോർഷൻ നമുക്കറിയാലോ ഏകദേശം, അതിനനുസരിച്ചിട്ട് മൂക്കിന് വേണ്ടിയിട്ടുള്ള ക്ലേ നീളത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ ടൂൾസ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടൂൾസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീഡിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. സേഫ്റ്റി പിൻ വേണമെങ്കിൽ ഇതിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഫേസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊരു ഈസി മെത്തേഡിൽ തന്നെ, കറക്റ്റ് പ്രൊപ്പോർഷൻ അങ്ങനെയൊന്നും ഞാനിവിടെ എടുത്തിട്ടില്ല, കാരണം ബിഗിനേഴ്സിനും കൂടെ യൂസ്ഫുൾ ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാനിവിടെ ഒരു ക്യൂട്ട് ഫേസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ കറക്റ്റ് പ്രൊപ്പോർഷൻ നോസിൻ്റെ, ലിപ്സിൻ്റെ, ഐസിൻ്റെ ഒന്നും എടുക്കുന്നില്ല. നോസിൻ്റെ ടിപ്പൊക്കെ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് തന്നെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് ഏകദേശം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ണിന് വേണ്ടിയിട്ട് അവിടെ ഒരു കുഴിവ് ഉണ്ടാക്കി കൊടുക്കണം. ഐബോൾസ് ഇരിക്കുന്ന ആ ഭാഗത്ത് അവിടെ നമ്മൾ കുറച്ച് ക്ലേ വെച്ച് ഫില്ല് ചെയ്യും ലാസ്റ്റ്. അപ്പം ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു പൊസിഷൻ നന്നായിട്ട് അറിയണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഹോളിപ്പഴ ഇട്ട് കൊടുക്കാം. ഏകദേശം സിമിലർ സൈസ് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനെ കുഴിച്ചു കൊടുക്കുമ്പോഴേ. ഇനി നമുക്ക് ലിപ്സിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ക്ലേ ആഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കാം. അവിടെ ഒരു ബൾജിങ് കൊടുക്കണം. അതുപോലെ തന്നെ ലിപ്സ് ഇരിക്കുന്ന 2 ഭാഗത്ത് 2 കുഴി ഇട്ട് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, കാരണം ഇത് ചെറിയ ഒരു ഫേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ക്ലാരിറ്റിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ചിന്നിൻ്റെ പോർഷൻ ഒന്ന് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്തെടുക്കണം. സോ അവിടെ നമ്മൾ കുറച്ച് ക്ലേ ആഡ് ചെയ്തു. അപ്പം ഞാൻ എക്സ്ട്രാ ക്ലേ ആഡ് ചെയ്യുന്ന അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു മേക്കിങ്ങിൽ. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ ക്ലേ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് പോവുക, നമുക്ക് പറ്റുന്നത്രയും ബ്ലെൻഡ് ചെയ്ത് പോവുക. ലാസ്റ്റ് നമ്മൾ വാട്ടർ വെച്ചിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നാലും നമ്മൾ ഓരോ ഭാഗത്തും ക്ലേ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കൈകൊണ്ടോ അതുപോലെ ടൂൾ കൊണ്ടൊക്കെ കഴിയുന്നത്രയും ബ്ലെൻഡ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെയുള്ള സ്മോൾ ടൂൾസൊക്കെ വാങ്ങിച്ച് വയ്ക്കുക. കാരണം വലിയൊരു വാല്യൂ ഒന്നും, ഇത് എത്ര നാൾ വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതല്ലേ, അപ്പോൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ ആർട്ട് ഷോപ്പൊക്കെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ കഴിയും. ഞാൻ കുറച്ചുകൂടെ ക്ലേ ഞാൻ ആ ഒരു ചുണ്ടിൻ്റെ ഭാഗത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് വിരലുകൾ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ പിടിക്കുന്തോറും ഇതിൻ്റെ ഒരു ഷേപ്പ് ചിലപ്പം മാറും. ഇനി നമുക്ക് ലിപ്സിന് കട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു മിഡിൽ നമ്മളിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടെന്നില്ല, അതിൻ്റെ ഒരു മിഡിലിൽ ഒരു ചെറിയ കട്ട് നമ്മൾ കൊടുക്കുക.
നമ്മൾ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടുമായിട്ടുള്ള ആ ഒരു പാർട്ടീഷനാണത്. ആൻഡ് അതിന് ശേഷം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ലിപ്സ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ഇതുപോലെ നീഡിൽസ് യൂസ് ചെയ്താൽ മതി. അതാ ഞാൻ പറഞ്ഞ സേഫ്റ്റി പിൻ വേണമെങ്കിൽ ഈ ചെറിയ സ്കൾപ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന്. ആൻഡ് സേഫ്റ്റി പിൻ അല്ല കേട്ടോ, ഇതെൻ്റെ ടൂളാണ്. ഞാനൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. ലിപ്സ് ഞാനിങ്ങനെ ഷേപ്പ് ചെയ്തു. ഇപ്പം ഞാൻ വലിയ ഡീറ്റെയിലിങ്ങുള്ള ലിപ്സ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ സാധാരണ ഒരു സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ആ കണ്ണിൻ്റെ അവിടെ 2 കുഴി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമുക്ക് കുറച്ച് ക്ലേ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ കൂടുതലും ടൂൾസ് വെച്ചിട്ട് കുത്തൊന്നും ഇട്ട് കൊടുക്കരുത്, കാരണം അവിടുത്തെ ഷേപ്പ് അങ്ങ് പോകും. അവിടെ നല്ല സ്മൂത്തായിട്ട് വേണം, എന്നാലും നമുക്ക് പെയിൻറ് അടിക്കുമ്പോൾ കണ്ണ് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. നമ്മളെവിടെയെങ്കിലും ഒക്കെ ഇതുപോലെ കുഴുവോ അതുപോലെ എവിടെയെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ടൂൾസ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് നമുക്ക് കുറച്ച് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം യൂസ് ചെയ്യരുത് കേട്ടോ. പോർസലൈൻ ക്ലേ ഓൾറെഡി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലേ ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫേസിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ കയ്യിൽ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു പ്ലേസിൽ ഒരു സർഫസിൽ വെച്ചിട്ട് ഒരു ലിഡിൻ്റെ പുറത്തോ എവിടെയെങ്കിലും വച്ചിട്ട് ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഇനി ഇയേഴ്സ് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെവിക്ക് ഞാൻ വലിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു ഫേസ് ആണല്ലോ. വലിയ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിലിങ് കൊടുക്കണം. ഇനി നമുക്ക് ചെവികൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് പശയുടെ ആവശ്യമില്ല, പോർസലൈനിൽ തന്നെ അതങ്ങ് ഫിക്സ് ചെയ്തിരുന്നോളും, കാരണം അത് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഏകദേശം ഒരു 6 hours പറ്റുകയാണെങ്കിൽ ഉണക്കിയെടുക്കുക. എന്നിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ ബാക്കി ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ നെറ്റിയുടെ ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുക്കുന്നത്. കാരണം ഇത് ഉണക്കിയെടുത്തിട്ട് അത് ചെയ്യാമെന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ അതേ സ്റ്റെപ്പിൽ ഉണക്കുന്നതിന് മുമ്പ് തന്നെ നെറ്റിക്കൊക്കെ ഡീറ്റെയിൽ കൊടുക്കുകയാണ്. അതുപോലെ കണ്ണിൻ്റെ കൺപോളയ്ക്കൊക്കെ ഡീറ്റെയിലിങ് കൊടുക്കുക. അത് അവിടെയൊക്കെ ക്ലേ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് ഉണങ്ങാതിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ ആ സ്ഥലത്തൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് അങ്ങ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉണക്കി എടുത്തിട്ട് ബാക്കി ഡീറ്റെയിലിങ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്ഷമ വേണം കേട്ടോ ഫേസ് സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ. ആൻഡ് ഐലിഡിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലേ പോർഷനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആൻഡ് വളരെയധികം ശ്രദ്ധിക്കണം, കാരണം ഇത് ഫൈൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാ പ്രപ്പോർഷനും അനുസരിച്ചിട്ടല്ല ഞാനിവിടെ സ്കൾപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഐസ് കുറച്ച് വലുതാണ്, ഒരു ക്യൂട്ട് ഫേസിൻ്റെ ഐസാണ് ശരിക്കും. ഇനി നമുക്ക് നെറ്റി ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ പിരികങ്ങളുടെ ഷേപ്പിൽ കുറച്ച് ക്ലേ ആഡ് ചെയ്തിട്ട് അവിടുന്ന് താഴോട്ടും മുകളിലോട്ടും വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നമുക്ക് ക്ലേയുടെ ഒരു കളർ ഡിഫറൻസ് കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പോർസലൈൻ ക്ലേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര കളർ മിക്സ് ചെയ്യുന്നോ അതിനെക്കാട്ടിലും ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കളർ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഞാൻ സ്കൾപ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ട ഒരു കളറല്ലല്ലോ ഇപ്പോൾ ഫേസിനുള്ളത്. അപ്പോൾ അത് കുറച്ച് ഡാർക്കറായി. അതുപോലെ തന്നെ ഇപ്പം ഞാൻ റോ ക്ലേ വീണ്ടും അതിൻ്റെ പുറത്ത് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ടെക്സ്ചറും ഉണ്ടോ. അതപ്പോൾ അത്രയും കളർ ഡീപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പോർസലൈൻ ക്ലേയുടെ കൂടെ കളർ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള കളറിനെക്കാട്ടിലും ഒരു ഇത്തിരി ലൈറ്ററായിട്ട് മാത്രം കളർ മിക്സ് ചെയ്യാം. പിരികത്തിൻ്റെ അവിടെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി നെറ്റിയുടെ അവിടെ കുറച്ച് ക്ലേ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇത് ഉണക്കിയിട്ട് ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യുന്നത്. കാരണം നമുക്ക് അവിടെ കുറച്ച് പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും ഇതുപോലെ.
അപ്പോൾ നിങ്ങളിതിന് മുമ്പ് ഞാൻ ഫെവിക്രിൽ മോൾഡിറ്റ് വെച്ചിട്ട് ഫേസ് സ്കൾപ്റ്റിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അതാണ് റെഫറൻസിന് വേണ്ടി കൊടുക്കാറ്. അതുപോലെ തന്നെ സരസ്വതി ദേവിയുടെ ഐഡോൾ ചെയ്തപ്പോൾ അതിലും ഞാൻ ഫേസ് സ്കൾപ്റ്റിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടെ കാണുക. നമ്മുടെ സ്കൾപ്റ്റിങ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം. ഏകദേശം ഒരു 12 hours എങ്കിലും ഉണക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഫേസിൽ ബാക്കിയുള്ള പെയിൻറ്റിങ് ഒക്കെ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കണ്ണുകളാണ് വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അക്രിലിക് പെയിൻ്റാണ്. നിങ്ങൾക്ക് സോഫ്റ്റ് പേസ്റ്റലോ വാട്ടർ കളറോ അല്ലെങ്കിൽ മാർക്കറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. മാർക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് നന്നായിട്ട് വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട് വരച്ച് വരുമ്പോൾ. അപ്പോൾ മാക്സിമം അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ സോഫ്റ്റ് പേസ്റ്റലോ യൂസ് ചെയ്യുക. ആൻഡ് അതിനുശേഷം നമുക്ക് ലിപ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോഫ്റ്റ് പേസ്റ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പേസ്റ്റൽസിൽ കുറച്ച് വാട്ടർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു ഓറഞ്ചും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ചുണ്ടുകളിൽ, അതുപോലെ ചുണ്ടുകളുടെ പാർട്ടീഷൻ്റെ അവിടെ, അതുപോലെ നോസ്, അതുപോലെ കണ്ണുകളുടെ മുകളിലുള്ള, കൺപോളയുടെ മുകളിലുള്ള ഒരു ലൈൻ, അതൊക്കെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണുകൾ വരച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒരു ബ്ലൂ ബേസ് കോട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഐസ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഐസ് നല്ല കുറച്ചും കൂടെ ഒരു നല്ല എഫക്റ്റിൽ കിട്ടും. ആൻഡ് അതിന് ശേഷം നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു വൈറ്റ് ഡോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ക്ലിയർ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൽമേഴ്സിൻ്റെ ക്ലിയർ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലിയർ ഗ്ലൂ എടുക്കുക. എന്നിട്ട് ലിപ്സിൻ്റെ അവിടെയും ഐസിൻ്റെ അവിടെയും നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പുറത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ലിപ്സും ഐസും ഒക്കെ ഒന്ന് ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഐസിൻ്റെ ബാക്കി ഭാഗത്തൊന്നും തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഐസിലും ലിപ്പിലും മാത്രമാണ് ഈ ഒരു ഗ്ലൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു ഗ്ലോസി ആയിട്ടിരിക്കും 2 ഭാഗവും. അപ്പം കാണാൻ നല്ലൊരു ക്യൂട്ട്നെസ്സും ഭംഗിയൊക്കെ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പം നമ്മളെ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫേസ് സ്കൾപ്റ്റിങ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി തിങ്കളാഴ്ച കാണാം. അപ്പം ചിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.